ഓം ശാന്തി. 24/3/2025 ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ഈ ജ്ഞാനം നിങ്ങളെ ശീതളമാക്കുന്നു. ഈ ജ്ഞാനത്തിലൂടെ കാമക്രോധത്തിൻ്റെ അഗ്നി സമാപ്തമാകുന്നു. ഭക്തിയിലൂടെ ഈ അഗ്നി സമാപ്തമാകുന്നില്ല. ജ്ഞാനം ലഭിക്കുന്നതിലൂടെ നമ്മൾ ആത്മാക്കൾ ശീതളമാകുന്നു. നമ്മുടെ ഉള്ളിലുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ജ്ഞാനത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നു. ആ ഉത്തരങ്ങൾ സമയമനുസരിച്ചും എല്ലായ്പ്പോഴും നാം നമുക്ക് തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ, അതായത് മനസ്സ് ബുദ്ധിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിലൂടെ, ബുദ്ധി ആ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള ആശയക്കുഴപ്പങ്ങളും ചോദ്യങ്ങളും എല്ലാം സമാപ്തമാകുന്നു. ഇതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള കാമാഗ്നിയും ക്രോധാഗ്നിയും എല്ലാം തന്നെ സമാപ്തമാകുന്നു. എപ്പോഴാണോ ബുദ്ധിക്ക് വിവേകമില്ലാത്തത്, അപ്പോൾ തൻ്റെ തനതായ ജ്ഞാനി വിവേകശാലി സ്ഥിതിയിൽ നിന്ന് വിരുദ്ധമായിരിക്കുന്ന സ്ഥിതിയായതുകൊണ്ട് വളരെ വളരെ അശാന്തമാണ്. അതുപോലെ തന്നെ കാമനകളുടെ പിന്നാലെയും ദേഷ്യത്തിലും അടിമയായി മാറുന്നു. എപ്പോഴാണോ ബുദ്ധി ജ്ഞാനം മനസ്സിലാക്കുന്നത്, അപ്പോൾ ഉള്ളിലുള്ള എല്ലാ അഗ്നിയും സമാപ്തമാകുന്നു. ആത്മാവ് ശാന്തമാകുന്നു, ശീതളമാകുന്നു. ചോദ്യം: ഓർമ്മയിൽ മുഖ്യ പരിശ്രമം എന്താണ്? ഉത്തരം: ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്ന സമയത്ത് ദേഹത്തിൻ്റെ ഓർമ്മ പോലും വരരുത്. ആത്മ അഭിമാനിയായി ബാബയെ ഓർമ്മിക്കൂ. ഇത് തന്നെയാണ് പരിശ്രമം. ഇതിൽ തന്നെയാണ് വിഘ്നം വരുന്നത്. കാരണം പകുതി കൽപ്പം ദേഹ അഭിമാനി ആയിരുന്നതാണ്. ഭക്തി അർത്ഥം തന്നെ ശരീരം ഓർമ്മിക്കുക എന്നതാണ്. ഓർമ്മ എന്താണ്? ഓർമ്മയിലെ മുഖ്യ പരിശ്രമം എന്താണ്? ഓർമ്മ എന്നാൽ സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുക എന്നതാണ്. ഇങ്ങനെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്ന സമയത്ത് ദേഹത്തിൻ്റെ ഓർമ്മ പോലും വരരുത്. ഇത് തന്നെയാണ് ഏറ്റവും മുഖ്യമായ പരിശ്രമം. ആത്മ അഭിമാനിയായി ബാബയെ ഓർമ്മിക്കുന്നതിൽ തന്നെയാണ് പരിശ്രമം. ഇതിൽ മുഴുവൻ പരിശ്രമവും വരുന്നത് ആദ്യത്തെ ഭാഗത്തിൽ തന്നെയാണ്. ആത്മ അഭിമാനിയായി ഇരിക്കുക. എത്ര നാം ആത്മ അഭിമാനിയായിരിക്കുന്നുവോ അത്രയും ബാബ മാത്രമേ ഓർമ്മയിൽ വരുള്ളൂ. മറ്റുള്ളവർ ഓർമ്മയിൽ വരില്ല. എന്നാൽ ആത്മ അഭിമാനിയാകുന്നതിൽ എന്തുകൊണ്ടാണ് ഇത്രയും വിഘ്നം വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും പരിശ്രമമുള്ളത്? എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 63 ജന്മങ്ങളായി ശരീരബോധത്തിൽ ആയിരുന്നു. ശരീരധാരികളെയാണ് ഓർമ്മിച്ചിരുന്നത്. അത് കാരണം ഞാൻ ആത്മാവാണ് എന്ന പരിശ്രമം ഉണ്ടാകുന്നു. നമ്മുടെ ഓർമ്മയിൽ വിഘ്നവും വരുന്നു. നാം ഭക്തിയിൽ ഈശ്വരനെ ഓർമ്മിക്കുന്നു, ഈശ്വരനെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ശരീരധാരികളെയാണ് ഓർമ്മിച്ചിരുന്നത്. സ്വയം ആത്മാവാണെന്ന പ്രാക്ടീസ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ ഭക്തി എന്നാൽ ദേഹത്തെ ഓർമ്മിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഓർമ്മ എന്നാൽ സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കി പരമാത്മാവിനെ ഓർമ്മിക്കുന്നതാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സംഘദോഷത്തിൽ നിന്ന് സ്വയം തന്നെ വളരെ വളരെ സൂക്ഷിക്കണം. ഒരിക്കലും പതീതരുമായുള്ള കൂട്ടുകെട്ടിൽ വരരുത്. സൈലൻസ് ബലത്തിലൂടെ ഈ സൃഷ്ടിയെ പാവനമാക്കുന്നതിനുള്ള സേവനം ചെയ്യണം. 2. ഡ്രാമയെ നല്ല രീതിയിൽ മനസ്സിലാക്കി ഹർഷിതരായിരിക്കണം. തൻ്റെ എല്ലാം പുതിയ ലോകത്തിനായി ട്രാൻസ്ഫർ ചെയ്യണം.
ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, കൂട്ടുകെട്ടിൽ വളരെ വളരെ സൂക്ഷിക്കണം. കാരണം കൂട്ടുകെട്ടിൻ്റെ പ്രഭാവം വളരെ സൂക്ഷ്മമാണ്. അതിനാൽ ബാബ പറയുന്നു, ഒരിക്കലും പതീതരുമായി കൂട്ടുകെട്ടിൽ വരരുത്. നാം ഈ ലോകത്തെ പാവനമാക്കുന്നത് സൈലൻസിൻ്റെ ശക്തിയിലൂടെയാണ്. അതിനാൽ സൈലൻസിൻ്റെ ശക്തിയിലൂടെ, നിശബ്ദതയുടെ ശക്തിയിലൂടെ ലോകത്തെ പാവനമാക്കുന്ന സേവനം ചെയ്യണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഡ്രാമ പോയിന്റ് എല്ലായ്പ്പോഴും ഓർമ്മ വയ്ക്കണം. ഡ്രാമ കൃത്യമാണ്, ഡ്രാമ മംഗളകാരിയാണ്, ഡ്രാമ ആവർത്തിക്കുന്നതാണ്. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി ഹർഷിതമായി ഇരിക്കണം. തൻ്റേതെല്ലാം സത്യയുഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് എന്താണോ നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് അതെല്ലാം ബാബയുടെ സേവനത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ സത്യയുഗത്തിൽ അതിൻ്റെ 10 മടങ്ങ്, അതിൻ്റെ ധാരാളം മടങ്ങ് തിരിച്ചു റിട്ടേണായി ലഭിക്കുന്നു. വരദാനം: ബാബയിലൂടെ സഫലതയുടെ തിലകം പ്രാപ്തമാക്കുന്ന സദാ ആജ്ഞാകാരിയും ഹൃദയസിംഹാസനസ്ഥരുമായി ഭവിക്കട്ടെ. ഭാഗ്യവിധാതാവായ ബാബ ദിവസവും അമൃതവേള തൻ്റെ ആജ്ഞാകാരി കുട്ടികൾക്ക് സഫലതയുടെ തിലകം നൽകുന്നു. ആജ്ഞാകാരികളായ ബ്രാഹ്മണ കുട്ടികൾ ഒരിക്കലും പരിശ്രമം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തുടങ്ങിയ വാക്കുകൾ വായിൽ കൂടിയെന്നല്ല, സങ്കല്പത്തിൽ പോലും കൊണ്ടുവരിക സാധ്യമല്ല. അവർ സഹജയോഗികളായിത്തീരുന്നു. ഇതിനാൽ ഒരിക്കലും നിരാശരാകരുത്. എന്നാൽ സദാ ഹൃദയസിംഹാസനസ്ഥരാകൂ, ദയാഹൃദയരാകൂ. അഹംഭാവവും സംശയത്തിൻ്റെ ഭാവവും സമാപ്തമാക്കൂ. ബാബയുടെ ആജ്ഞാകാരികളായ ബ്രാഹ്മണ കുട്ടികൾക്ക് ഭാഗ്യവിധാതാവായ ബാബ എന്നും അമൃതവേള സഫലതയുടെ തിലകം ചാർത്തിക്കൊടുക്കുന്നു. ഇത് കാരണം അവർക്ക് പരിശ്രമമോ ബുദ്ധിമുട്ടോ സങ്കല്പത്തിൽ പോലും വരുന്നില്ല. അവർ സഹജ യോഗികളായി തീരുന്നു, ഹൃദയസിംഹാസനത്തിൽ ഇരിക്കുന്നവരായി തീരുന്നു. അവരൊരിക്കലും നിരാശരാകുന്നില്ല, ദയാഹൃദയരും ആയിത്തീരുന്നു. എന്നാൽ അഹംഭാവവും സംശയത്തിൻ്റെ ഭാവവും സമാപ്തമാക്കണം. സ്ലോഗൻ: വിശ്വപരിവർത്തനത്തിൻ്റെ ഡേറ്റിനെക്കുറിച്ച് ചിന്തിക്കാതെ സ്വയം പരിവർത്തനത്തിൻ്റെ സമയം നിശ്ചിതമാക്കൂ. വിശ്വം എപ്പോൾ പരിവർത്തനപ്പെടും, വിനാശം എപ്പോൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ തൻ്റെ പരിവർത്തനത്തിൻ്റെ സമയം നിശ്ചിതമാക്കണം. കാരണം നമ്മുടെ പരിവർത്തനത്തിലൂടെയാണ് വിശ്വപരിവർത്തനം സംഭവിക്കുന്നത്. ഓം ശാന്തി.